ഇസ്ലാമിയ അവിടെ ഉണ്ട്. ആ ആളുകൾ അംഗീകരിക്കുന്ന സഭയാണ് അൽ മജ്ലിസു അത്തുറുഖ് സൂഫിയുൽ ആല. ഈ അത്തുറുഖ് സൂഫിയുൽ ആലയിൽ 77 ഷെയ്ഖുമാരുണ്ട്. അവരിൽ ഒരാളാണ് ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി. എന്ന കഥ അറിയണം നിങ്ങൾക്ക്. ഈ കഴിഞ്ഞ ആഴ്ച ആ 77 ഷെയ്ഖുമാരും കൂടി അവരിൽ 10 പേരെ അവർക്ക് നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി. അതില് ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം അതിൽ ഒരംഗമാണ്. ആ മജ്ലിസിന്റെ റഹ്വാണ് അദ്ദേഹം. തരീഖത്തിന്റെ ഷെയ്ഖ് അല്ലെങ്കിലും ബദവി തരീഖത്തിൽ മുരീദും ഒരു ഷെയ്ഖിനെ കൊണ്ടു നടക്കുന്ന ആളുമാണ്. ഈ റഹ്വാണ് എന്തിന് അസ്ഹറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധിയാണ്. എന്തുകൊണ്ട് ശരീഅത്തിനെതിരായി ദീനിന് നിരക്കാത്ത എന്തെങ്കിലും ഏതെങ്കിലും തരീഖത്തിന്റെ പേരിൽ ആരെങ്കിലും ചെയ്താൽ ഈ സഭ ഇടപെടും, മിസ്റിൽ ഇടപെടും. അത് വ്യക്തമാണ്. മജല്ലത്ത് തസൗഫുൽ ഇസ്ലാമി അവരുടെ മുഖപത്രമാണ്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ എല്ലാ ഷെയ്ഖുമാരും മുറബ്ബികളാണ് അല്ലെങ്കിൽ കാമിലുകളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ വഴിയിലൂടെ ഖിദ്മത്ത് ചെയ്യുന്നവരാണ് എല്ലാവരും. അതിൽ ചെറിയവരും വലിയവരും വലിയ മക്കാമുള്ളവരും ഒക്കെ ഉണ്ടാകും. ഷെയ്ഖുൽ മശായിഖാണ് മുഹമ്മദ് സയ്യിദ് ഹസൻ ഷിന്നാവി. അപ്പൊ അവരൊന്നായിട്ട് പറയുന്നു ഷെയ്ഖ് മുഖ്താർ തരീഖത്തിന്റെ ഷെയ്ഖാണ്, ദസൂഖിയത്തുൽ മുഹമ്മദിയുടെ ആളാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനും ഞങ്ങൾക്ക് ഉപദേശം തരാനും തെരഞ്ഞെടുക്കപ്പെടുന്ന ഷെയ്ഖുമാരിൽ 10 ഒരാളാണ് ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി. അതിന്റെ ആദരവിന്റെ സമ്മേളനം മസ്റഅത്തുൽ കിറാമിൽ ഈജിപ്തിൽ നടന്നു. അതൊക്കെ മൂടി വെക്കുകയാണോ? മൂടി വെച്ചാലൊന്നും ഇൻഷാ അല്ലാഹ് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം ഊതിക്കെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമല്ല. അള്ളാഹു അവന്റെ വിലായത്തിന് അവന്റെ ഔലിയാവിന് കൊടുക്കുന്ന കാവലും പ്രശസ്തിയും ആര് തടുത്തിട്ടും കാര്യമല്ല ഇൻഷാ അള്ളാഹ്. അത് കേരള മണ്ണിൽ പ്രിയപ്പെട്ട മദനിയുടെ വരവോടുകൂടി കൂടുതൽ ആളുകൾ അറിയാൻ കാരണമായി. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, കക്കാട് മുഹമ്മദ് ഫൈസിയോ മഅദനിയോ മറ്റാരോ അല്ല ഈ തരീഖത്തിന്റെ കാവൽക്കാർ, അത് റബ്ബായ അള്ളാഹുവാണ്. അത് നമുക്ക് ആ ഇസ്തിഖാമത്ത് കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ? ആരെങ്കിലും പോയാൽ അവർക്ക് പോയി എന്നല്ലാതെ എന്ത് പറയാൻ? അൽഹംദുലില്ലാഹ് എന്തൊരു ഗുണമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ആളുകളൊക്കെ ഈ വഴിയിലേക്ക് വരുന്നു. അപ്പോഴ് ഇബ്രാഹിം ദസൂഖിയുടെ വാരിസായ സൂറത്തുൽ കാമിലയായ സയ്യിദി ഫഖ്റുദ്ദീൻ മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ ബുർഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വാരിസാണ്, റാവിയാണ്, അമീനാണ്. അവിടുത്തെ കലാമു ലോകത്തെ കേൾപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദി മൗലാന ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി റളിയല്ലാഹു അൻഹു. പേരോടിന്റെ പ്രസംഗത്തിൽ പൊതുജനങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കബളിപ്പിക്കൽ പലതും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കപ്പെട്ടാൽ ദസൂഖിയ തരീഖത്തിന് കൂടുതൽ അനുകൂലമായ അവസ്ഥയേ ഉള്ളൂ. ഒരു റളിയല്ലാഹു അൻഹുവിൽ പേരോട് കളിച്ച കളി, എന്തിനാണ് പേരോട് ഈ കളി കളിക്കുന്നത്? ഒന്നുകിൽ സമ്മതിച്ചൂടെ ഒരബദ്ധം വന്നുപോയി. എന്തിനാണ് ഉരുളുന്നത് മനുഷ്യന്മാരുടെ ഇടയിൽ? ജമാഅത്ത് മുജാഹിദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ ഖണ്ഡിക്കാൻ സുന്നികൾ രംഗത്തേക്കിറക്കുന്ന ഒരു മനുഷ്യനല്ല നിങ്ങൾ ഈ കളി കളിച്ചാൽ ഇവിടെ പൊതുജനം കരുതും. ഒരു റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം വളരെ സിമ്പിളാണ്. പക്ഷെ ഇയാൾക്ക് വലുതാക്കി ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ ആദരിക്കുന്ന എന്റെ ഷെയ്ഖായ മഹാനെ കുറിച്ച് റളിയല്ലാഹു അൻഹു ഞാൻ പറയാറുണ്ട്. മുമ്പ് ഒരു 6 കൊല്ലം മുമ്പ് ഞാൻ പേരോടിനെ കാണാൻ കുറ്റ്യാടി ചെന്നപ്പോൾ ഞാൻ എന്റെ ഷെയ്ഖിനെ പറ്റി പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഗൗരവത്തോടുകൂടി ചോദിച്ചു ഇതെന്താ ആചാരാണ്. ഞാൻ അതിന് വളരെ ഹൃസ്വമായ മറുപടിയും പറഞ്ഞു. വർഷങ്ങൾ കുറെ കഴിഞ്ഞു മർക്കസിന്റെ സോവനീറിൽ അദ്ദേഹം എഴുതി, വളരെ കാലങ്ങൾക്ക് ശേഷം എഴുതിയത് റളിയല്ലാഹു അൻഹു എന്ന് ഞാൻ പറയുന്നതിനും രേഖയില്ല എന്ന രൂപത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് എഴുതുന്നത്. അദ്ദേഹം പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിന് അദ്ദേഹം ഇടയ്ക്കിടെ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടായിരുന്നു, ഇമാം ഇബ്നു ഹജർ പോലുള്ള മഹാത്മാക്കളോട് ജീവിതകാലം ശിഷ്യന്മാർ ചോദ്യങ്ങൾ ഉന്നയിച്ചതും മറുപടി നൽകിയതും രേഖപ്പെട്ട് കാണുന്ന ഫത്വകളിലും മറ്റും അവരുടെ ദീർഘായുസ്സിനും സേവന ദൈർഘ്യത്തിനും പ്രാർത്ഥിക്കുന്നതല്ലാതെ സാധാരണ നിരക്ക് ഇപ്രകാരം പറഞ്ഞു കാണുന്നില്ല. പക്ഷെ ഒരു പുതിയ ആചാരം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി. മോശപ്പെട്ട ആചാരമായിട്ടാണല്ലോ ചോദിക്കുന്നത്. ഇത് പേരോട് മർക്കസുൽ ഉലൂമിൽ കുറെ വർഷം കഴിഞ്ഞിട്ട് എഴുതി. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ ചോദിച്ചു, ഇതെന്ത് പണിയാണ് പേരോടെ? കിതാബ് തുറന്നു നോക്കിയാ പോരെ? ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരെ പറ്റി അവര് വഫാത്താകുന്നതിന് മുമ്പ് തന്നെ റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയതും പറഞ്ഞതും ഒക്കെ കിതാബിലില്ലേ? മൗലിദ് കിതാബിലില്ലേ? ഷാറാനി ഇമാമിന്റെ കിതാബിലില്ലേ? അതൊന്ന് തുറന്നു നോക്കിക്കൂടെ? അതോടുകൂടി സ്വാഭാവികമായും പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നു. തുറന്നു നോക്കിയാൽ കാണും. പക്ഷെ ഉരുളുന്ന രീതി നോക്കണം നിങ്ങൾ.
ഈ റളിയല്ലാഹു അൻഹു എന്ന ഒറ്റ വിവാദം മതി എത്ര മണിക്കൂറായി എടുക്കുന്നതിന്. സത്യത്തിൽ കക്കാട് മുഹമ്മദ് ഫൈസി വേറെ ഏതോ ഒരു ഷെയ്ഖ് അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച്, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സഹാബത്തിനെ പറ്റി, ജീവിച്ചിരിക്കുന്ന സഹാബത്തിനെ പറ്റി, ജീവിച്ചിരിക്കുന്ന മറ്റ് സഹാബിമാർക്ക് പറയാനും ഓതാനും നമുക്ക് പറയാനും ഓതാനും. അപ്പോൾ ഇസ്ലാമിനൊരു വിലക്കും ആ വിഷയത്തിലില്ല. എന്നിട്ട് പേരോട് കളിക്കുന്ന കളി അവസാനം ഉരുളാണ്. പിന്നെ നോക്ക്, ഇതിമ തന്നെ ഒന്ന് പറയാ, പേരോട് പറഞ്ഞ് കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് എന്താണ്? സാധാരണ നിലക്ക് അങ്ങനെ ഒരു പതിവുണ്ടോ? ജീവിച്ചിരിക്കുന്ന ആളുകളെ ഉസ്താദുമാരെ വേറൊക്കെ പറയുമ്പോൾ റളിയല്ലാഹു എന്ന് പറയാം. അങ്ങനെ ഒരു പതിവുണ്ടോ? അങ്ങനെ ഒരു പതിവില്ല. അങ്ങനെ ഒരു പതിവ് നല്ലതാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുൻഗാമികളെ നമുക്കത് കാണിക്കൂലേ? ഉറപ്പല്ലേ? അത് കാണിച്ചിട്ടുണ്ട്. മുൻഗാമികളായ മഹാന്മാര് ജീവിച്ചിരിക്കുന്ന ശൈഖുമാരെ പറ്റി റളിയല്ലാഹു അൻഹു ഒന്നിലധികം ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പറയാം? സാധാരണ നിലക്ക് അങ്ങനെ പറയുന്ന ഒരു പതിവില്ല. ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലുള്ളവരോട് ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയിലും ആ ഫത്വകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, മത്താനല്ലാഹു ബിതൂലി ഹയാതിഹി, ഇതുപോലുള്ള പ്രാർത്ഥനകളാണ് ഉണ്ടാകുക. നേരെ മറ്റ് റളിയല്ലാഹു അൻഹു സാധാരണ പറയുന്ന പതിവില്ല. നമ്മളെ മുൻഗാമികൾ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. ഇവിടെ എല്ലാ മശായിഖന്മാരും ജീവിച്ചു വന്ന രാജ്യമാണ് നമ്മുടെ കേരളം. അവിടെയൊന്നും അവരങ്ങനെ ഒരു പതിവുണ്ടാക്കിയിട്ടില്ല. ഇയാൾക്കവിടെ നിന്ന് പതിവ് കിട്ടിയെന്ന എന്റെ ചോദ്യം. ഒരു പുതിയത് എന്തിനു കൊണ്ടുവന്നു എന്നാണ് ചോദ്യം. അതിന് മൂപ്പർക്ക് മറുപടി ഉണ്ട് കേട്ടോ. മറുപടി 2 കിതാബെങ്കിലും എടുത്തു നോക്കിയാൽ പോരെ. പേരോടെ പുതിയ ഒരാചാരം കൊണ്ടുവന്നതല്ല എന്ന് ഒരിക്കൽ തെളിഞ്ഞാൽ പിന്നെന്തിനാ പിന്നാലെ കൂടുന്നത്? ഒരു ഇമാമെങ്കിലും സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ത്വരീഖത്തിന്റെ മേഖലയിലുള്ള ഒരു ഇമാമും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തെളിഞ്ഞാൽ അത് പേരോട് കണ്ടിട്ടില്ലേ? വെറുതെ കബളിപ്പിക്കുകയാണ് മനുഷ്യന്മാരെ. പുതിയ ആചാരം തന്നെ കളിയാക്കുക. ഞാൻ 2 കിതാബ് എടുത്തിരുന്നു കാണിച്ചിരുന്നു. വേണ്ട 200 എടുത്തിയ കാണിച്ചിരുന്നു. അബ്ദുൽ വഹാബ് സെഹ്റാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബില് തന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. അതെന്നെ പറഞ്ഞ എഴുതിയിട്ടുണ്ട്. അവിടെ ഉരുണ്ട് മറിയണ്ട. ജീവിത കാലഘട്ടത്തിൽ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരെ പറ്റി അതിന് പിൽക്കാലത്തുള്ളവർ എഴുതി കൊടുത്തതാണ് എന്ന് വരെ പറഞ്ഞില്ല ഈ മനുഷ്യൻ. പിൽക്കാലത്തുള്ളവർ എഴുതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരേ ആള് തന്നെ അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്നും പറയൂ. പിന്നെ റളിയല്ലാഹു അൻഹു ഒരേ സ്ഥലത്ത് പറയൂ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായ പോലെ. എന്നിട്ട് 2 അല്ല 200 ഞാൻ കാണിച്ചു തരാം. എത്രയും ഞാൻ കാണിച്ചു തരാം. കൂടുതലൊന്നും തെരിയാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഒന്നിനെണ്ണം പറയാം. ഇതാ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ഹിജ്റ 973 അവരുടെ വഫാത്ത്. ഹിജ്റ 973 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മശായിഖന്മാരെ പറ്റി പറയാണ്. വമാ റഅയ്തു സയ്യിദി മുഹമ്മദനിൽ ബക്രി വലാ വാലിദഹു ذلا قط في طلب دنيا انما تأتيهم الدنيا بغير سؤال فإني مخالط لهما من صغري إلى الآن. സയ്യിദി മുഹമ്മദുൽ ബക്രിയെയും അദ്ദേഹത്തിന്റെ പിതാവായ സയ്യിദി അബുൽ ഹസനുൽ ബക്രിയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ അപമാനകരമായ രീതിയിലുള്ള ഒരു സമീപനം അവർക്കില്ല. അവർക്ക് ദുനിയാവ് സമ്പത്ത് കുന്നുകൂടി വന്നിരുന്നു. അതൊന്നും അവര് ഒരു നിന്ദത സഹിച്ചിട്ട് വന്നതല്ല. അവരുടെ 2 പേരുടെയും കൂടെ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ അവരുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതുവരെ? ഇലൽ ആൻ, ഈ ദിവസം വരെ, ഇത് എഴുതുന്ന സമയം വരെ. അല്ലാഹു തആല യഫ്സഹു ഫീ അജ്രി ഹാദൈനി മുഹമ്മദൈനി ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ 2 മുഹമ്മദുകൾക്കും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അനുഗുണമായി അല്ലാഹു തആല ആയുസ്സിൽ വിശാലത നൽകട്ടെ. വയുക്സിറു അലൈഹിം അദ്ദുനിയ വത്തലബ, ദുനിയാവും അല്ലാഹു അവർക്ക് അധികം കൊടുക്കട്ടെ. മുരീദന്മാരെയും ശിഷ്യന്മാരെയും അല്ലാഹു അധികം കൊടുക്കട്ടെ. വയഹ്ശുറനാ ഫീ ദുഹിമാ ആമീൻ, അവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെയും ഹയാത്താക്കട്ടെ, യാത്രയാക്കട്ടെ എന്ന് പറഞ്ഞ ഷാറാനി ഇമാം. ഇതെന്തിനാണ് ഞാൻ ഉദ്ധരിച്ചത്? ഇത് എഴുതുമ്പോഴും അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ഉദ്ധരിച്ചത്.
ഷഹറാനി ഇമാം അതേ കിതാബിൽ തന്നെ അൽ മിനൽ കുബ്രയിൽ വളരെ വ്യക്തമായി പറയുന്നു, വമിമ്മ അൻഅമ അല്ലാഹു തബാറക വതആല ബിഹി അലയ്യ അദമു മുബാദറതി ഇലൽ ഇൻകാരി അലാ മൻ റഅയ്തുഹു മിനൽ ഉലമാഇ വസ്സാലിഹീൻ. സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, ഔലിയാക്കൾ